കഴിഞ്ഞ ദിവസം അപകടത്തിൽ 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ കട്ടപ്പന വെള്ളയാംകുടി കണക്കാലിപ്പടിയിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. മാർച്ച് 1-ാം തീയതി സ്കൂട്ടറിൽ എത്തിയ കൊച്ചു തോവാള, പാറപ്പായിൽ സൂരജ്, നത്തുകല്ല്, കൈപ്പകശ്ശേരിൽ ഡോൺ എന്നിവരാണ് മരിച്ചത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ റോഡിന് വശത്തെ മൺതിട്ട നീക്കം ചെയ്ത് സ്ഥലത്തെ അപകട സാധ്യത കുറയ്ക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി വൈകിട്ട് കട്ടപ്പന വെള്ളയാംകുടി കാണക്കാലിപ്പടിയിൽ ഉണ്ടായ അപകടത്തിലാണ് 2 പേർക്ക് ദാരുണാന്ത്യമുണ്ടായത്. കട്ടപ്പന ഇടുക്കി റോഡിൽ കാണക്കാലിപ്പടിയിൽ വെച്ചാണ് പാറപ്പായിൽ സുരേഷ് സിബിയും സുഹൃത്തായ കൈപ്പശ്ശേരിയിൽ ഡോണും സഞ്ചരിച്ച സ്കൂട്ടർ KSRTC ബസിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന മറ്റൊരു ബൈക്കിലിടിച്ച് അപകടം സംഭവിച്ചത്. കട്ടപ്പന DYSP VT ഷാൻ, പ്രിൻസിപ്പൽ SI BP ബിജു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുരളീധരൻ പിള്ള, ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അർജുൻ രാജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 2026-ൽ ഇവിടെ നടന്ന ഒരു ആക്സിഡന്റിൽ 2 ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികളായിട്ടുള്ള 22 വയസ്സ് താഴെ പ്രായമുള്ള 2 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് ഇവിടെ ഈ റോഡിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ന് ഇവിടെ ഒരു സംയുക്ത പരിശോധന PWDയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ജോയിന്റ് മോട്ടോർ വാഹന വകുപ്പിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഒരു സംയുക്ത പരിശോധനയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇതിനോട് ചേർന്നുള്ള ആ തിട്ടയിലെ കുറച്ച് ഭാഗം അത് മാറ്റിത്തരാവുന്നതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ PWDയോട് അറിയിച്ചിട്ടുണ്ട്. അത് മാറ്റി പെട്ടെന്ന് മാറ്റുന്നതിനും ഇവിടെ ഒരു കോൺവെക്സ് മിറർ വയ്ക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഈ സംയുക്ത പരിശോധനയിൽ എടുത്തിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കട്ടപ്പന ഇടുക്കി റോഡിലെ കാണക്കാലിപ്പടിയിൽ കാഴ്ചമറച്ചു നിൽക്കുന്ന മൺതിട്ട നീക്കം ചെയ്യാനും ഇവിടെ കോൺവെക്സ് മിറർ സ്ഥാപിക്കാനുമാണ് പരിശോധനയ്ക്ക് ശേഷം സംഘം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.